ഓഫീസ് ഫയലുകളിലെ ഓരോ പേജും ഓരോ അക്കങ്ങളും പരിശോധിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ മറ്റെവിടെയോ ആയിരുന്നു. അരികിൽ അവളുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ കണ്ണുകൾ അവൾക്ക് നേരെ നീണ്ടില്ല. ഒരു നോട്ടം പോലും അവൾക്കായി നീക്കിവെക്കാൻ അവൻ ആഗ്രഹിച്ചതുമില്ല. ദുബായ് പ്രോജക്റ്റിന് സംസാരിക്കുമ്പോൾ വീണ്ടും അവൾ ഇല്ല എന്ന് പറയുമോ എന്ന ഭയം അവൻ്റെ ഉള്ളിൽ ഒരു നോവായി പടർന്നിരുന്നു. അവൾ വിസമ്മതിച്ചാൽ അത് തകർക്കുന്നത് അവൻ്റെ സ്വപ്നങ്ങളെ കൂടിയാണെന്ന് അവൻ ആ സമയവും ആകുലപ്പെട്ടു. മറുഭാഗത്ത് സഫലമായ ആകുലതയുടെ നടുവിലായിരുന്നു അവളും. മുന്നിലെ കമ്പ്യൂട്ടർ സ്ക്രീനിലെ അക്കങ്ങൾ അവൾക്ക് മുന്നിൽ മങ്ങിക്കൊണ്ടേയിരുന്നു. അമ്മയോടും ചേച്ചിയോടും ഇത് എങ്ങനെ പറയും? അതായിരുന്നു അവളുടെ ആദ്യത്തെ പേടി. അതിലുപരിയായി വെറും അക്കൗണ്ടൻസി മാത്രം പഠിച്ച താൻ നാളെ ഇത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ എങ്ങനെ പ്രോജക്റ്റ് അവതരിപ്പിക്കുമെന്ന ചിന്തയും അവളെ തളർത്തിയിരുന്നു. ആത്മവിശ്വാസമില്ലായ്മയുടെയും ആശങ്കയുടെയും തിരമാലകൾ അവളുടെ മനസ്സിൽ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. ഇരുവരും ഒരേ മുറിയിൽ ഇരുന്നിട്ടും അവർക്കിടയിൽ 1000 മൈലുകൾ ദൂരം ആ നിശബ്ദത തീർത്തതുപോലെ. ഓഫീസിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അവൾ. എന്നാൽ മാനേജർ വിവേകിന്റെ ശബ്ദം അവളെ തടഞ്ഞു നിർത്തി. താനൊന്ന് ഇങ്ങോട്ട് വന്നേ. ഗൗരവം വിടാതെ വിവേക് അവളെ അരികിലേക്ക് വിളിച്ചു. അവൻ നീട്ടിപ്പിടിച്ച കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. അവൾ സംശയത്തോടെ അത് വാങ്ങി. ഇതെന്താ സർ? നാളെ ഇത് നീ ധരിക്കേണ്ട വസ്ത്രമാണ്. ഒരു വലിയ കമ്പനിയുടെ പേര് നിന്റെ പ്രസന്റേഷനിലൂടെയാണ് നാളെ പുറം ലോകം അറിയാൻ പോകുന്നത്. അവിടെ എത്തുന്ന എല്ലാ കമ്പനികളിലെയും പേഴ്സണൽ അസിസ്റ്റന്റ്മാരുടെ വസ്ത്രം ഇത് തന്നെയായിരിക്കും. ജിജ്ഞാസയോടെ അവൾ ആ കവർ തുറന്നു. പെട്ടെന്ന് അവളുടെ മുഖം ചുളിഞ്ഞു. ഉള്ളിൽ പ്രതിഷേധം ഇരമ്പി വന്നു. ഇത് ഞാൻ ധരിക്കില്ല, അവൾ തറപ്പിച്ചു പറഞ്ഞു. വിവേക് പരിഹാസച്ചിരിയോടെ അവളെ ഒന്ന് നോക്കി. പിന്നെ നീ എന്താ കരുതിയത്? നിന്റെ സ്ഥിരം ചുരിദാറും കുർത്തയും ഇട്ട് അവിടെ പോയി നിൽക്കാമെന്നോ? അതിന് ഈ കമ്പനിയുടെ MD അഗ്നി നിന്നെ സമ്മതിക്കില്ല. ഇത് പ്രൊഫഷണൽ വേർഡാണ്. ആ കവർ അവൾ പൊട്ടിച്ചു. എന്നിട്ട് ആ വസ്ത്രം ആ കവറിൽ നിന്നും അവളൊന്ന് എടുത്തു നോക്കി. അത് അത്യാധുനികമായ ഒരു ബ്ലാക്ക് സിംഫിറ്റ് ബ്ലേസറും അതിനോട് ചേരുന്ന പെൻസിൽ സ്കേർട്ടുമായിരുന്നു. തിളക്കമുള്ള സിൽക്ക് മെറ്റീരിയൽ തീർത്ത വെളുത്ത ഷർട്ടും അതിനോടൊപ്പമുണ്ട്. ആധുനികതയുടെയും അധികാരത്തിൻ്റെയും ലക്ഷ്യങ്ങൾ ഒത്തുചേർന്ന ആ വസ്ത്രം കാണാൻ മനോഹരമാണെങ്കിലും അതുവരെ ചുരിദാറിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ അവളുടെ ശരീരത്തിന് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. അവളുടെ മുഖത്തിൽ വിറയൽ കണ്ട് വിവേക് ഒരു ഫയൽ കൂടി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെ ഈ ഫയൽ ഇത് നന്നായി പഠിക്കണം നീ. എങ്കിൽ മാത്രമേ നാളെ നിനക്ക് ആത്മവിശ്വാസത്തോടെ ഇതെല്ലാം പ്രസന്റ് ചെയ്യാൻ കഴിയൂ. അവളുടെ കൈകൾ അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച വിവേകിന്റെ സ്വരം പെട്ടെന്ന് മൃദുവായി. അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. താൻ പേടിക്കണ്ടല്ലോ, എല്ലാം നന്നായി വരും. ആരും ജനിക്കുമ്പോഴെല്ലാം പഠിച്ചല്ല വരുന്നത്. ഇങ്ങനെ ഓരോന്ന് ചെയ്താണ് നമ്മളും പഠിക്കുന്നത്. ഐം ഷുവർ നിനക്കിത് സാധിക്കും. അവൻ്റെ ആ വാക്കുകൾ ഒരു തണൽ പോലെ അവൾക്ക് തോന്നി. എങ്കിലും കയ്യിലിരിക്കുന്ന വസ്ത്രവും ഫയലും അവളുടെ ഉറക്കം കെടുത്തുമെന്ന് അവൾക്കുറപ്പായിരുന്നു. വീട്ടിലെത്തിയുടനെ അവൾ ആ കവർ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അഞ്ജലിയുടെ കണ്ണുകൾ കഴുകനെ പോലെ അവളുടെ കൈകളിൽ തങ്ങി നിന്നു. ഒടുവിൽ ബലമായി പിടിച്ചു വാങ്ങിയ കവർ തുറന്നപ്പോൾ അഞ്ജലിയുടെ ഉള്ളിൽ അസൂയയുടെ കനലെരിഞ്ഞു. ഇതാണോ നീ നാളെ ഇടാൻ പോകുന്നത്? അഞ്ജലിയുടെ ശബ്ദം പുച്ഛത്തിൽ കലർന്നു. അത്രക്കും ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു അത്. അതാണ് അവളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും മാളവികയോട് അവൾക്ക് അസൂയ തോന്നാനും കാരണം. ചെമ്പകത്തിൻ്റെ അതേ നിറമുള്ള അവളുടെ ശരീരത്തിന് ഏതും ഇണങ്ങുകയും ചെയ്യും. അവളുടെ സൗന്ദര്യവും അഞ്ജലിക്ക് ഒരു അസൂയ തന്നെയായിരുന്നു. ഇങ്ങനൊരു വസ്ത്രം നീ ഇതുവരെ ധരിച്ചിട്ടില്ലല്ലോ, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ടില്ലേ ധരിക്കുന്നത്? അഗ്നിയുടെ കൂടെ പോകാൻ വേണ്ടി നീ ഇത്രയൊക്കെ തരം താഴ്ന്നോ മാളവികെ? നിനക്കിതിന് എന്ത് യോഗ്യതയാണുള്ളത്? അമ്മയും അഞ്ജലിയുടെ കൂടെ കൂടി. അവർ പറയുന്നതും ശരിയാ. നിനക്ക് പാസ്പോർട്ട് പോലുമില്ല. പോരാത്തതിന് നിന്റെ ചെവിയുടെ കാര്യം നീ മറന്നോ? കുറച്ച് കേൾവിക്കാർ കുറവുള്ളവർ നീ എങ്ങനെയാ വലിയ ആളുകളുടെ ഇടയിൽ പ്രസന്റേഷൻ നടത്തുന്നത്? അഞ്ജലി അമ്മയെ ഒന്ന് പാടി നോക്കി വികടമായി ചിരിച്ചു. അമ്മേ, ഇവൾക്ക് അക്കൗണ്ടൻസി അല്ലേ അറിയൂ. ഇവൾ അവിടെ ചെന്ന് വായ പൊളിച്ച് തന്നെ നോക്കി നിൽക്കും. അഗ്നിയുടെ കൂടെ ഇവൾ പോകുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അപ്പോഴേ അവൻ്റെ ഒരു ഡ്രസ്സ്, അവളുടെ സാമീപ്യം ഇവൾ ആസ്വദിക്കുമെന്നുള്ളതും എനിക്ക് നന്നായി അറിയാം. അമ്മ ഗൗരവത്തിൽ അത് കേട്ടുകൊണ്ട് പറഞ്ഞു. നീ യാത്ര പോകേണ്ട അഞ്ജലി. അഞ്ജലി പറയുന്നത് പോലെ നിനക്കിത് പറ്റിയ പണിയല്ല. അവിടെ പോയി നാണം കെടാൻ നീ നിൽക്കേണ്ട.
അമ്മയുടെയും ചേച്ചിയുടെയും വാക്കുകൾ കൂരറമ്പുകൾ പോലെ അവളുടെ ഉള്ളിൽ തറച്ചു കയറി. ഇവർക്ക് പണം മാത്രമാണ് വലുത്. ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അവളുടെ ഉള്ളം ഒന്ന് വിങ്ങി. എന്നാൽ മുറിയിൽ ഇതെല്ലാം കേട്ടുനിന്ന അച്ഛനും അനുജനും കണ്ണനും അവളുടെ അടുത്തേക്ക് വന്നു. നീ പേടിക്കേണ്ട മോളെ, അച്ഛൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ കഴിവ് എനിക്കറിയാം. നീ നന്നായി തന്നെ ഇത് ചെയ്യും. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നീ തളരരുത്. കണ്ണനും അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി ആരെയും പേടിക്കണ്ട, നീ പൊളിക്കും. നമ്മുടെ ആൾത്തറയുള്ള കണ്ണനെ ഓർത്താൽ മതി. അവൻ തൻ്റെ ചേച്ചിയെ നോക്കി മനസ്സ് ശാന്തമാവാൻ വേണ്ടി പറഞ്ഞു. കാരണം അഞ്ജലി ചേച്ചിക്ക് മാളവികയോട് ജനിച്ചപ്പോൾ തൊട്ടേയുള്ള അസൂയ അവന് നന്നായിട്ട് തന്നെ അറിയാവുന്നതാണ്. ആശ്വാസത്തിൻ്റെ ആ ചെറിയ വാക്കുകൾ അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. എങ്കിലും അമ്മയുടെയും ചേച്ചിയുടെയും പരിഹാസങ്ങൾ ഒരു കറുത്ത നീലായി അവളുടെ മനസ്സിൽ അവശേഷിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ അഞ്ജലിയുടെ മനസ്സിൽ അസൂയയുടെ വിഷം നുരഞ്ഞു പൊങ്ങുകയായിരുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ പൂച്ചയെപ്പോലെ മാളവികയുടെ മുറിയിൽ കടന്നു. അലമാരക്കുള്ളിൽ നിന്ന് ആ വില കൂടിയ വസ്ത്രപ്പൊതി അവൾ കൈക്കലാക്കി. അഗ്നിയുടെ കൂടെ ഈ വസ്ത്രം ധരിച്ച് നീ നടക്കേണ്ട, അവൾ പിറുപിറുത്തു. ആരും കാണാതെ ഒരിടത്ത് അവൾ അത് ഒളിപ്പിച്ചു വെച്ചു. പിറ്റേന്ന് രാവിലെ ഉണർന്ന മാളവിക ആദ്യം ഓടിയത് അലമാരക്കടുത്തേക്കാണ്. പക്ഷെ അവിടെ ശൂന്യമായിരുന്നു. അവളുടെ നെഞ്ചിലിപ്പ് നിലച്ചുപോയി. ചേച്ചി, എൻ്റെ ആ കവർ കണ്ടോ? അവിടെ വെച്ചതായിരുന്നു. അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തി അഞ്ജലിയോടായി ചോദിച്ചു. അഞ്ജലി ഒരു ആപ്പിൾ കടിച്ചു കഴിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ പറഞ്ഞു. എനിക്കെന്തിനാടി നിന്റെ ആ മുഷിഞ്ഞ ഡ്രസ്സ്? അത് നിനക്ക് ചേരുകയുമില്ല. നിന്റെ ആ ഒരു ലുക്കുണ്ടല്ലോ, അത് വെച്ച് അഗ്നിയുടെ കൂടെ പോകാൻ നാണമില്ല നിനക്ക്. വേണമെങ്കിൽ അവനോട് തന്നെ മറ്റൊന്ന് വാങ്ങിത്തരാൻ പറ. അവളുടെ പരിഹാസം കേട്ട് മാളവിക തളർന്നു പോയി. ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. 9 മണിക്ക് എയർപോർട്ടിൽ എത്തണമെന്ന് വിവേക് സർ പ്രത്യേകം പറഞ്ഞതാണ്. ആ വസ്ത്രം തന്നെ വേണമെന്നും. ഇനി തിരയാനും സമയമില്ല. അവൾ പെട്ടെന്ന് തന്നെ ഓട്സ് ഉണ്ടാക്കി അത് കഴിച്ചു. ഇന്ന് എനിക്ക് നേരത്തെ ഇറങ്ങണമെന്ന് ചേച്ചിക്കും അമ്മക്കും അറിയാം. പക്ഷേ അവർ ഒന്നും ഉണ്ടാക്കിയതേയില്ല, അടുക്കളയിലേക്ക് വന്നതുമില്ല. അവൾ അത് കഴിച്ച് പെട്ടെന്ന് തന്നെ പുറത്തെ കുളിമുറിയിലേക്ക് ഓടി. 5 മിനിറ്റിൽ കുളിയും കഴിഞ്ഞ് അകത്തേക്ക് അവൾ കയറി വന്നു. ഒടുവിൽ കണ്ണീർ തുടച്ച് അവൾ തൻ്റെ പക്കലുള്ള ഒരു പർപ്പിൾ നിറത്തിലുള്ള സാരി എടുത്തു ധരിച്ചു. അല്പം കേൾവി പരിമിതിയുള്ള തനിക്ക് ഈ ലോകം ഇത്രമേൽ കടുപ്പമേറിയതാണ് എന്തുകൊണ്ടാണെന്ന ചോദ്യം അവളുടെ ഉള്ളിൽ അപ്പോഴും നേറിക്കൊണ്ടിരുന്നു. അച്ഛനെയും കണ്ണനെയും യാത്ര ചൊല്ലി അവൾ വേഗത്തിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഓടി. അവൾ എത്തിയതും അഗ്നിയുടെ കറുത്ത കാർ അവിടെ തന്നെ വന്നു നിന്നു. അവൾ ആ കറുത്ത ഗ്ലാസിൻ്റെ ഡോറിൽ തട്ടി, സർ, ഞാൻ കയറിക്കോട്ടെ? അവളുടെ ആ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ അവളെ തന്നെ ഇത്രയും നേരം നോക്കി നിന്നതെന്ന് ഓർമ്മ വന്നത്. ഗെറ്റ് ഇൻ, അവൻ ഗൗരവത്തോടെ അവളോടായി മറുപടി പറഞ്ഞു. ആ പർപ്പിൾ നിറത്തിലുള്ള സാരി അവൾ അതീവ സുന്ദരിയായിരുന്നു. അവളുടെ വശമായ അഴകിന് നിറം മാറ്റുകൂട്ടി. നെറ്റിത്തടത്തിലും മേൽചുണ്ടിലും പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ വജ്രശോഭയോടെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ ആ കാഴ്ചയിൽ നോക്കി നിന്നുപോയി. അവൾ കാറിലേക്ക് കയറിയതും ഒരു ചന്ദനത്തിരിയുടെ സുഗന്ധം പോലെ അവളുടെ സാമീപ്യം ആ വാഹനത്തിലാകെ പടർന്നു. ആ ഗന്ധം അവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ലഹരിയും നിറച്ചു. ഡ്രൈവിങ്ങിനിടയിലും കാറിൻ്റെ മുൻവശത്തെ കണ്ണാടിയിലൂടെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കാൻ അവൻ്റെ കണ്ണുകളും വെമ്പുന്നുണ്ടായിരുന്നു. അവളുടെ സാമീപ്യം ഏൽപ്പിക്കുന്ന ആ ലഹരിയിൽ അവൻ്റെ മനസ്സ് ആടിയുലഞ്ഞു. ഈ പെണ്ണ് എന്നെയും കൊണ്ടേ പോകുകയുള്ളൂ. ഒരു തരം നിസ്സഹായതയോടെ അവൻ ഉള്ളിൽ മന്ത്രിച്ചു. ആത്മനിയന്ത്രണത്തിൻ്റെ ചെങ്ങലുകൾ ഓരോന്നായി പൊട്ടുന്നത് അവൻ അറിഞ്ഞു. ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിയപ്പോൾ അഭയം തേടാത്തവണ്ണം അവൻ തൻ്റെ ഇഷ്ടദൈവത്തെ ധ്യാനിച്ചു. മുത്തപ്പ. നെഞ്ചുരുക്കി ആ നാമം മനസ്സിലൊരുവിട്ടുകൊണ്ട് അവൻ വശങ്ങളിലേക്ക് നോട്ടം മാറ്റി. തൻ്റെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ ആവുന്നത്ര പരിശ്രമിച്ചുകൊണ്ട് തന്നെ.